അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഹബീബ സജീർ, ലൈഫ് കോച്ചാണ്. വാട്സപ്പിലൂടെ ഓൺലൈനായി ഗ്രൂപ്പ് കോച്ചിങ് പ്രോഗ്രാമുകൾ നടത്തിവരുന്നു. ഇപ്പോൾ ഇസ്ലാമിക് മൈൻഡ് സെറ്റ് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മളിൽ പലർക്കുമുള്ള ഒരു വലിയ ചോദ്യത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. നിങ്ങൾ ഒരുപാട് ദുആ ചെയ്തിട്ടും ഒരുപാട് നിസ്കരിച്ചിട്ടും ഒരുപാട് ദിക്റുകൾ ചൊല്ലിയിട്ടും ഇന്നും ഒരു സ്ഥിരമായ വരുമാനം അല്ലെങ്കിൽ സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്നുണ്ടോ? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉള്ളിൽ ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ ദുആ ചെയ്യുന്നതിൽ എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടാണോ? എൻ്റെ ഈമാൻ പോരാത്തത് കൊണ്ടാണോ? ഇവിടെയാണ് നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ദുആ അള്ളാഹു കേൾക്കുന്നു, അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ അള്ളാഹു പ്രതിഫലം നൽകുന്നത് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ രൂപത്തിലായിരിക്കണമെന്നില്ല. ചിലപ്പോൾ അത് ഈ ദുനിയാവിലായിരിക്കും, ചിലപ്പോൾ അത് പരലോകത്തിലായിരിക്കും. ഇവിടെ നമ്മൾ പലപ്പോഴും മറക്കുന്ന മറ്റൊരു പ്രധാന കാര്യമുണ്ട്. വരുമാനം, പണം, അവസരം ഇവയെല്ലാം ദുനിയാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മുടെ മനസ്സും പ്രവൃത്തിയും അതിനായി തയ്യാറായിരിക്കണം. ഇസ്ലാമിൽ അള്ളാഹു നമ്മോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്: നിങ്ങൾ പ്രവർത്തിക്കുക, ശേഷം അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക. അത് ദുആ മാത്രം ചെയ്ത് കാത്തിരിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. പ്രവർത്തിക്കാൻ തയ്യാറാകാത്ത ഒരു മനസ്സിലേക്ക് അവസരങ്ങൾ സ്വയം വന്നു വീഴില്ല. ഇവിടെയാണ് മറ്റൊരു തെറ്റിദ്ധാരണ നമ്മളിൽ പലർക്കുമുള്ളത്. പണം കിട്ടിയാൽ എൻ്റെ ഈമാൻ കുറഞ്ഞു പോകുമോ എന്നൊരു ഭയം. ചിലർ പറയാറില്ലേ, സ്വഹാബാക്കൾക്ക് പണമില്ലായിരുന്നു എന്ന്. അതെ, പല സ്വഹാബാക്കൾക്കും പണമില്ലായിരുന്നു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആയിരുന്നില്ല. പണമുണ്ടായിരുന്ന സ്വഹാബാക്കൾ അത് ദീൻ വിരുദ്ധമായി ഉപയോഗിച്ചില്ല. അവർ പണം സമ്പാദിച്ചത് അള്ളാഹുവിനെ മറക്കാൻ വേണ്ടിയല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? 1. കടത്തിൽ കുടുങ്ങാതിരിക്കാൻ. 2. പലിശയിൽ നിന്ന് വിട്ടുനിൽക്കാൻ. 3. കുടുംബത്തെ ഹലാലായി സംരക്ഷിക്കാൻ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത് ഇബാദത്തല്ലേ? ഈ ഉദ്ദേശത്തോടെ പണം സമ്പാദിക്കാൻ ശ്രമിച്ചാൽ അത് ഒരു അമലായി തന്നെ മാറും. പക്ഷേ ഇവിടെ ഒരു വലിയ തടസ്സമുണ്ട്: നമ്മുടെ മനസ്സ്. എനിക്ക് പണം കൈകാര്യം ചെയ്യാൻ പറ്റില്ല, എനിക്ക് ബിസിനസ് മനസ്സിലേക്ക് വരുന്നില്ല, എനിക്ക് അവസരം ഉണ്ടാവില്ല. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനെ പരിമിതപ്പെടുത്തുമ്പോൾ അള്ളാഹു തുറന്നു വെക്കുന്ന വഴികളും നമ്മൾ കാണാതെ പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വരുമാനം മാറണമെങ്കിൽ ആദ്യം മനസ്സും ചിന്തയും മാറണം. സമ്പത്ത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കണം. ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ 3 ദിവസത്തെ ഒരു ഗ്രൂപ്പ് കോച്ചിങ് ഫ്രീ ആയി നടത്തുന്നത്. ഇത് ജീവിതം മുഴുവൻ മാറ്റും എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങളുടെ ചിന്തയിലെ ചില തടസ്സങ്ങൾ, പണത്തോടുള്ള തെറ്റായ ഭയം, പ്രവർത്തിക്കാൻ തടയുന്ന മനസ്സിലെ കെട്ടുകൾ, ഇവയെക്കുറിച്ച് നിങ്ങൾക്ക് കുറച്ച് വ്യക്തത കിട്ടും. അതുതന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കമാവാം. ദുആ തുടരുക, നിസ്കാരം ഉപേക്ഷിക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ മനസ്സിനെയും പ്രവൃത്തിയെയും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്കനുസരിച്ച് പാകപ്പെടുത്തുക. അള്ളാഹു വഴി തുറക്കും. രൂപം നമ്മൾ നിശ്ചയിക്കുന്നതല്ല. അവസാനം ഒരു കാര്യം മാത്രം ഓർക്കുക: ഹലാലായി സമ്പാദിക്കാൻ ശ്രമിക്കുന്നത് ഈമാനെ കുറയ്ക്കുന്നില്ല. ശരിയായ ഉദ്ദേശത്തോടെയെങ്കിൽ ഇത് ഈമാനെ കൂടുതൽ ശക്തമാക്കും. 3 ദിവസത്തെ ഫ്രീ ഗ്രൂപ്പ് കോച്ചിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഡീറ്റെയിൽസ് കമൻറ്റിൽ കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്.